സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗോളസഭയിൽ ഇന്ന് മംഗളവാർത്ത പരിശുദ്ധ കന്യകാമറിയത്തോട് ദൈവം ഗബ്രിയേൽ ദൂതനിലൂടെ വന്ന് അറിയിക്കുന്ന മറിയം തൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൽ ദൈവവചനത്താൽ നിറയാൻ, വചനം മാംസം ധരിക്കാൻ, മറിയത്തിൻ്റെ ഗർഭത്തിൽ മറിയത്തിൻ്റെ ആത്മാവിലും മനസ്സിലും പൂർണ്ണമായും ദൈവവചനമായിരുന്നു. കൃപ നിറഞ്ഞവളെ എന്നാണ് ദൂതൻ അഭിസംബോധന ചെയ്തത്. അപ്പൊ മറിയത്തിന്റെ ഉള്ളിലുള്ള വചനം മറിയത്തിൽ നിറവേറാൻ, ദൈവഹിതം നിറവേറാൻ, ദൈവം മനുഷ്യനായി അവതരിക്കാൻ മറിയം തൻ്റെ ജീവിതം പൂർണ്ണമായും, തൻ്റെ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും ദൈവത്തിനായി അടിയറ വെച്ചതിൻ്റെ ഓർമ്മയാണ് നമ്മളിന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഈ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ, 50 നോമ്പിലൂടെ 40 ദിവസത്തെ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മാവിലും ദൈവം രൂപപ്പെടുകയാണ്. മറ്റനേകർക്ക്, നമ്മളിലൂടെ അനേകരിലേക്ക് യേശു നൽകപ്പെടാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം യേശുവിന് ജന്മം നൽകിയതുപോലെ, ഈ ഭൂമിയിലേക്ക് ശരീരത്തിൽ നൽകിയതുപോലെ ഇന്ന് നമ്മുടെ ആത്മാവില് പരിശുദ്ധാത്മാവായി വസിച്ചുകൊണ്ട് നമ്മളിലൂടെ അനേകരിലേക്ക് പകർന്നു കൊടുക്കപ്പെടാൻ, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനസ്സിൽ കണ്ട ഹിതം നിറവേറാൻ നമ്മൾ ഇന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് മാർച്ച് മാസം 25-ാം തീയതി അല്ലേ, നമ്മളൊരു സ്ത്രീ ഗർഭധാരണം നടക്കുമ്പോൾ അത് കാൽക്കുലേറ്റ് എന്നാ പ്രസവം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഏതാണ്ട് 9 മാസം, ഏതാണ്ട് ഈ മാർച്ച് 25 ഇന്നോട്ട് നമ്മൾ 9 മാസമാണ്, ഡിസംബർ 25 വരെ. അപ്പം നമ്മൾ ഇന്ന് പരിശുദ്ധ കന്യകാമറിയം ദൈവവചനത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് തൻ്റെ ജീവിതം അടിയറ വെച്ചതിൻ്റെ ഓർമ്മ. മനുഷ്യനായി ഭൂമിയിൽ ജനിക്കാനായി മറിയത്തിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് എന്ന് നിറഞ്ഞ ദൈവഹിതം അതിനായി പരിശുദ്ധ കന്യാവിനെ സമർപ്പിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ് നമ്മൾ ഇന്ന് സുവിശേഷം. ഇന്ന് ഈസ്റ്ററിൽ നിന്ന് ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ പുഷ്പ ബൈജു നമ്മളെ ഓർപ്പിച്ച വചനം, അതായത് ലൂക്കാസ് സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതലുള്ളത്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചോളം ഇത് വലിയൊരു കാര്യമാണ്. അതായത് ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആത്മീയമായ ഒരു ബന്ധമുണ്ട്. നമ്മളുടെ രക്തബന്ധത്തിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ബന്ധം, പക്ഷേ നമ്മളുടെ ജീവിത പങ്കാളിയുമായിട്ടൊരു ആത്മീയ ബന്ധമാണ് നമുക്ക്. അത് മാതാപിതാക്കളിലൂടെ ഉണ്ട്. നമുക്ക് അപ്പനും അമ്മയും അല്ലെങ്കിൽ മക്കളും തമ്മിലൊരു ആത്മീയ ബന്ധമുണ്ട്. 2 വ്യത്യസ്ത കുടുംബങ്ങളിലായിരുന്ന 2 ജീവിതങ്ങളെ ആത്മാവിൽ നമ്മൾ കെട്ടിക്കുക എന്നൊക്കെ പറഞ്ഞതാണ്. ആത്മാവിൽ ഒന്നാക്കാൻ, ഇനിമേൽ നിങ്ങൾ 2 അല്ല 2 ആയിരുന്നു, അവിടെ ഇവിടെ ആയിരുന്ന 2 പേരെ ഒരുമിച്ച് ചേർത്ത് ദൈവവചനപ്രകാരം ദൈവ ആത്മാവിലൂടെ അനാദിയിലെ ദൈവം മനസ്സിൽ കണ്ടതനുസരിച്ച് ആത്മാവിൽ ഒന്നാക്കണം. ഇനിമേൽ നിങ്ങൾ 2 അല്ല, ഒന്നാണ്, ഒരാത്മാവാണ്. ഒരാത്മാവ്, ഞാൻ പലപ്പോഴും ഒരാത്മാവും ഒരു മനസ്സും ഒരു ശരീരവുമാകുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെതായ കാര്യങ്ങൾ, ദൈവമക്കൾ ജനിക്കുക കുടുംബത്തിൽ. അപ്പോൾ ഇന്ന് പരിശുദ്ധ കന്യകാമറിയം യോസേപ്പിലുണ്ടായിരുന്ന യേശുവിനെ, അല്ലെങ്കിൽ തലമുറയിലൂടെ നമ്മൾ മത്തായി 1 വായിക്കുന്ന ആ വംശാവലിയിൽ അബ്രാഹം ദൈവത്തിന് മുമ്പിൽ ജീവിതം അടിയറ വെച്ചപ്പോൾ അബ്രാഹത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലെ ദൈവം യേശുക്രിസ്തു അബ്രാഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അബ്രാഹത്തിന് ഉണ്ടായ മകന് ഇസ്ഹാക്ക് എന്നാണ്, യേശു എന്നല്ല. സമയത്തിന്റെ തികവിന് വേണ്ടി ദൈവം നിശ്ചയിച്ച സമയത്ത് ജനിക്കാൻ വേണ്ടി അബ്രാഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മൾ വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രാഹത്തെ വിളിക്കുമ്പോൾ യേശു പറഞ്ഞു, അബ്രാഹത്തിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവഹിതത്തിനായി അബ്രാഹം എന്ന് സമർപ്പിച്ചപ്പോൾ, ഇന്ന് നമ്മൾ മറിയം ജീവിതം സമർപ്പിച്ചതുപോലെ അന്ന് അബ്രാഹം സമർപ്പിച്ചപ്പോൾ അബ്രാഹത്തിന്റെ ആത്മാവിലേക്ക് യേശു വന്നു. അബ്രാഹം ദൈവവചനപ്രകാരം ജീവിച്ചപ്പോൾ വിശ്വാസത്തോടെ അബ്രാഹത്തോട് ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അബ്രാഹം വിശ്വസിച്ചുകൊണ്ട്, അവൻ്റെ വിശ്വാസം വലിയ പ്രവൃത്തിയെക്കുറിച്ചൊന്നും അബ്രാഹത്തെ പോലെ അവൻ്റെ വിശ്വാസം ദൈവം
നീതിയായി പരിഗണിച്ചു കൊടുത്തുവെന്ന്. ദൈവം പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ട് അബ്രാഹാം നീതിമാനായി, ദൈവവചനത്തിനായി. താൻ പരിശുദ്ധ കന്യാമറിയം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ മറിയം ദൈവത്തിന് മുമ്പിൽ ജീവിതം അടിയറ വെച്ചപ്പോഴാണ് മറിയത്തിൽ ദൈവവചനം, മറിയത്തിൻ്റെ മനസ്സിലും ആത്മാവിലും ബുദ്ധിയിലും ചിന്തകളിലും മറിയത്തിൻ്റെ ശരീരത്തിലും മറിയത്തിൻ്റെ ഗർഭത്തിൽ ദൈവവചനം മാംസം ധരിക്കുകയാണ്. അത് അബ്രാഹാം വിശ്വാസത്തിൽ കണ്ട ക്രിസ്തുവാണ്. അബ്രാഹത്തിലുണ്ടായിരുന്നു, പക്ഷെ പേര് അബ്രാഹാം എന്നായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് വംശാവലി നമ്മൾ കാണുന്ന ഇസഹാക്കാണ്. ഇസഹാക്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവായിരുന്നു. ദൈവവചനത്തിനായി ദൈവഹിതത്തിനായി സമർപ്പിച്ച വിശ്വാസികളുടെ പിതാവ് നമ്മൾ പറയുന്നല്ലേ. ദൈവത്തിൻ്റെ പേര് കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചാണ്, എൻ്റെ പേര് പുരുഷാന്തരങ്ങളോളം എൻ്റെ പേര്, തലമുറകളോളം എൻ്റെ പേര് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. അബ്രാഹത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, ഇസഹാക്കിൽ ഉണ്ടായിരുന്നു, യാക്കോബിൽ ഉണ്ടായിരുന്നു. പിന്നീട് യൂദായിൽ യാക്കോബിന്റെ 12 മക്കളിൽ യൂദായിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. യൂദാ വംശത്തിലൂടെ ഇറങ്ങി വരുമ്പോൾ ദാവീദിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. ദാവീദ് ഈ സങ്കീർത്തനങ്ങളൊക്കെ എഴുതി നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവാണ് അത് പ്രവചിച്ചത്. സോളമന്റെ ഉള്ളിൽ അനേക കാര്യങ്ങൾ, അനന്തമായ ജ്ഞാനിയായിരുന്ന സോളമന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു. ഇനിയുള്ളവരെ, അങ്ങനെ നമ്മൾ ഇന്ന് വായിക്കുന്ന ഇതായിരുന്നു, ദാവീദിന്റെ വംശത്തിൽപ്പെട്ട എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവിനെ ഉള്ളിൽ വഹിക്കുന്ന എന്നാണ്. ആത്മാവിൽ വഹിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനെ ഉള്ളിൽ ഉൾക്കൊണ്ടുന്ന ദാവീദിന്റെ വംശത്തിൽ അല്ലെങ്കിൽ ആ വംശാവലിയുടങ്ങി വരുന്ന ജോസഫിൽ വന്നിരിക്കുകയാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ദൈവഹിതം നിറവേറാൻ മറിയത്തിൻ്റെ ഉള്ളിലേക്ക് ആത്മാവായി ദൈവം ജോസഫിലൂടെ വംശാവലിയിലൂടെ ഇറങ്ങി വന്ന ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് മറിയത്തിൽ വിവാഹം നിശ്ചയം. ഇത് വലിയൊരു മേഖലയാണ്. ക്രിസ്തീയ വിവാഹം, സാക്രമെൻ്റ് ഓഫ് മാര്യേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അവിടെ ആത്മാവിലെ ഒരു വലിയ ബന്ധമാണ്. ഇതറിയാതെ പോകുന്നതാണ് നമ്മളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും കാരണം. പൂർണ്ണമായിട്ടും ആ ഒരു ആത്മീയതയിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ ദൈവവചനമാണ് എന്നിലൂടെ. ഒരു ഭർത്താവ് അറിയണം അല്ലേ, പുരുഷന്റെ ശിരസ് ക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ്ലിയ 1 കൊരിന്തോസ് 11 അധ്യായത്തിൽ നമ്മൾ തുടക്കത്തിൽ വായിക്കുന്നുണ്ട്, പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും എന്ന് പറയുമ്പോൾ പുരുഷനിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് വിവാഹമെന്ന കൂദാശയിലൂടെ സ്ത്രീയിലേക്ക്, കുടുംബത്തിലേക്ക് ആദവും ഹവ്വായും, ആദം ഏകനായിരുന്നപ്പോൾ ആദത്തിന്റെ ആത്മാവിന്റെ പകുതി എടുത്ത് ഞാൻ പറയും വാരിയിൽ എന്നൊക്കെ പറയുമ്പോൾ ആത്മീയമായിട്ട് ആദത്തിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ആത്മാവിന്റെ പകുതി എടുത്ത് ഹവ്വായെ രൂപപ്പെടുത്തി. അത് വേറെല്ലാ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അതെല്ലാം ദൈവത്തിന് സൃഷ്ടിയായിരുന്നു. പക്ഷെ അതിലൊന്നും തനിക്ക് ചേർന്ന ഇണയെ കണ്ടില്ല. തൻ്റെ ആത്മാവിന് ചേർന്ന ഇണയെയും തൻ്റെ ആത്മാവിൻ്റെ പകുതി എടുത്തുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ഹവ്വായിലാണ്, ആ സ്ത്രീയിലാണ് ആദം കണ്ടത്. ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. ആത്മീയമായൊരു ബന്ധം അവിടെ ഉണ്ടാവുകയാണ്. പക്ഷെ നമുക്കറിയാം, സാത്താൻ അസൂയ തോന്നി ആ ബന്ധത്തെ മുറിക്കുന്നു. നമ്മൾ കാണുന്നു പാപം ചെയ്തപ്പോൾ സാത്താൻ ആദത്തിൻ്റെ ഉള്ളിലും ഹവ്വായുടെ ഉള്ളിലും കയറിയിട്ട് അവരെ തമ്മിൽ വേർപിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യം ഇതാണ് പലപ്പോഴും. അവിടെയാണ് നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ ആത്മാവിനെ നമ്മൾ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഒന്നായി തീരുകയാണ്. കുടുംബ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, ആത്മീയ ബന്ധം വീണ്ടും രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ നോമ്പ് കാലം. നമ്മളത് അറിയണം പ്രിയമുള്ളവരെ. അപ്പോൾ ഈ ജോസഫിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ്, അതിനു മുമ്പല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടാണ് ദൂതനെ ദൈവം അയക്കുന്നത് മറിയത്തിൻ്റെ അടുത്തേക്ക്. വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ. ഓർത്തേക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് വചനം പൂർണ്ണമായും വചനത്തിന് അടിയറ വയ്ക്കുന്ന തൊട്ട് മുമ്പ് ദൈവകൃപ, ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ ഒരു പദ്ധതി, ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട് മറിയത്തിൽ. പൂർണ്ണമായും അതിനായി ദേവാലയത്തിൽ വളർന്നു വരികയാണ് മറിയം. അന്നായും ജോവാക്കീമും കൊണ്ട് ദേവാലയത്തിൽ അവിടെ ദേവാലയത്തിൽ ദൈവിക സാന്നിധ്യത്തിൽ വളർന്നു വരികയാണ്, ദൈവവചനത്തിൽ വളർന്നു വരികയാണ്. അപ്പോൾ ഈ ദൈവവചനത്തിനായി മറിയം തന്നെ സമർപ്പിക്കുവാനായി, ദൈവഹിതം നിറവേറാനായിട്ടുള്ള വലിയൊരു സമർപ്പണം.
പരിശുദ്ധ കന്യാമറിയം ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കത് ചിന്ത ഇതാണ്. പരിശുദ്ധ കന്യാമറിയം എപ്പോഴും ലോകത്തിൻ്റെ ഒരു കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥമൊന്നും വഹിക്കുന്നില്ല. നമ്മളോട് ഒറ്റ കാര്യമാണ്, ദൈവവചനം നിറവേറാൻ പൂർണ്ണമായും വചനത്തിൻ്റെ ദാസിയായി വേറെ എല്ലാം മാറ്റിവെച്ചു, വേറെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് നിന്റെ വചനം മാത്രം എന്നെ നിറവേറട്ടെ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു, നിന്റെ ആഗ്രഹം നിന്റെ വചനം എന്നെക്കുറിച്ചുള്ള നിന്റെ വചനം മാത്രം നിറവേറിയാൽ മതി എന്നൊരു സമ്പൂർണ്ണ സമർപ്പണമാണ് മറിയം നടത്തുന്നത്. അവിടെയാണ് ആ മറിയമാണ് എപ്പോഴും പറഞ്ഞ ഡു വാട്ട് എവർ ഹീ ടെൽസ് യു ടു ഡു. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു ഒറ്റ കാര്യമാണ് എപ്പോഴും നിരന്തരം നമ്മോട് പറയുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ പറഞ്ഞത് അവർക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്കറിയാം അമ്മയുടെ ഒറ്റ ചിന്ത, അത് പറയുമ്പോൾ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് പൂർണ്ണമായും ദൈവവചനം നമ്മെക്കുറിച്ച് ഓരോരുത്തരെയും കുറിച്ച് ഒരു ദൈവവചനമുണ്ട്. ഇന്ന് ആഗോള സഭയിലെ സങ്കീർത്തനവും നമ്മൾ ഓർപ്പിച്ച സങ്കീർത്തനം 40 അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടി കൂടിയുള്ള വചനം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. ജെറമ്യാ 29 നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ട്. യേശു ആത്മാവില് ദാവീദിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് യേശുവിന്റെ ആത്മാവ് പുസ്തകച്ചുരുളിൽ, പ്രവചനങ്ങളിൽ, പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥികളിൽ, സങ്കീർത്തനങ്ങളിൽ, പ്രവാചക ഗ്രന്ഥങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ആത്മാവ് പറയണം, യേശുവിനെ കുറിച്ചുള്ള രക്ഷകനായി വരാനുള്ള പുസ്തകത്തിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. നമുക്കിത് പറയാൻ പറ്റുമോ? ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചു, നമ്മൾ മനുഷ്യരായതുകൊണ്ട് 50 നോമ്പെങ്കിലും തീർന്നു കിട്ടിയാൽ മതി. നമ്മൾ പഴയതുപോലെ വീണ്ടും നമ്മൾ ആസ്വദിക്കുന്ന ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു പോകാനെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് പറയാണ്, ദൈവം നിന്റെ വചനം നിറവേറ്റ, അതാണ് എൻ്റെ സന്തോഷം, ആത്മസന്തോഷം. പരിശുദ്ധാത്മാവുള്ള ദൈവരാജ്യം എന്നൊക്കെ പറഞ്ഞ ഒരു മേഖലയാണ്. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവവചനമൊക്കെ നമ്മുടെ സ്വരൂപിക്കും നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടും ഒരുമിച്ച് കൂട്ടുന്ന നല്ലൊരു കുമ്പസാരത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ഏകാഗ്രമാക്കി സങ്കീർത്തനം 51 പറഞ്ഞു, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അങ്ങയുടെ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. പൂർണ്ണമായും തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരാണ്. ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യരാണ്. പക്ഷേ നമ്മളെപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വി ആർ ഓൾസോ നമ്മൾ ആ മനുഷ്യരാണ്, പക്ഷെ നമ്മൾ ആത്മീയർ കൂടിയാണ്. മനുഷ്യരുടെ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ, ആത്മാവായ ദൈവം ആത്മീയ രൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം ഏറിയാൽ 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 100 ഒക്കെ ആയിരിക്കും. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ഇറ്റേണിറ്റി, അനന്തതയിലേക്കാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതായത് അനന്തതയിൽ ദൈവത്തോടൊപ്പം ആയിരുന്ന ആ ചൈതന്യമാണ്, ദൈവത്തിൻ്റെ ഒരു അംശമാണ് നമ്മുടെ ആത്മാവ്. നമ്മൾ തിരിച്ചായി ശരീരം മണ്ണായി കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മളെ അനേകരുമായി നമ്മളെ ചേർത്തുന്നുണ്ടല്ലേ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, അല്ലെ മാതാപിതാക്കൾ തുടങ്ങി. കാരണം നമ്മളിപ്പോൾ 4 തലമുറയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ് നമ്മളുമായുള്ള ബന്ധങ്ങൾ. അതുകൊണ്ട് യേശുക്രിസ്തുവിന് നമ്മളിലൂടെ നേടുവാനായിട്ടുള്ള, യേശുക്രിസ്തു അബ്രാഹാം മുതൽ അല്ലെ ആദം മുതൽ ഇങ്ങോട്ട് യേശുക്രിസ്തു തൻ്റെ ബന്ധം കണക്ട് ചെയ്യുന്ന കഴിഞ്ഞ ആദം മുതൽ ഇങ്ങോട്ട് യേശുവിൻ്റെ കാലം വരെയും പിന്നീട് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഭൂമിയിൽ മനുഷ്യരായ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരെയും നിത്യതയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ദൈവം മനുഷ്യനായ ഭൂമിയിൽ വന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല, അവിടെ ഇവിടെയൊക്കെയാണെന്നൊക്കെ. കുറച്ച് നരകത്തിലൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ഈശോ പറയണം, ഇല്ല പിതാവേ, യോഹന്നാൻ 6:39 ഈശോ പറഞ്ഞു, പിതാവേ അവിടുന്ന് എനിക്ക് നൽകിയവർ എന്താ ഈശോ നൽകിയത്? യേശുവിന് പിതാവ് നൽകിയത് ആരെയാ? പാപികളെ നൽകിയത്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരേക്കാൾ 99 ആടുകളെ നല്ല കയ്യിലുള്ള 99 ആടുകളെ മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒരെണ്ണത്തിനെ തേടി പോകുന്ന
അത് കണ്ടുകിട്ടുവോളം അലഞ്ഞു നടക്കുന്ന, കണ്ടുകിട്ടുമ്പോൾ സന്തോഷത്തോടെ അതിനെ തോളിലേറ്റി തിരികെ കൊണ്ടുവരുന്ന ഇടയൻ യേശുവാണ്. ഈ ഭൂമിയിലെ തിരയാണ് ഓരോ മനുഷ്യ ജീവിതങ്ങളും. അപ്പൊ അത് നമ്മളിലൂടെ നടക്കുകയാണ്. തിരുസഭയിലൂടെ നമ്മളിലൂടെ അനേകരെ തിരയുകയാണ്. നമ്മുടെ ആത്മാവില് ദൈവം ആത്മാവാ വസിച്ചുകൊണ്ട്, അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഈ ലോകത്തിൽ അനേകരെ നമ്മിലൂടെ നേടാനായിട്ടുള്ള എൻ്റെ ദൈവം അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവെ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ ആദരങ്ങളെ അടക്കി നിർത്തിയില്ല. രക്ഷയുടെ സന്തോഷം. കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് ഞാൻ എന്തു പകരം കൊടുക്കും? സങ്കീർത്തനം 116 പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് ഞാൻ എന്ത് പകരം കൊടുക്കും? എന്താണ് ദൈവത്തിന് നമ്മൾ എന്താ കൊടുക്കുക? ഒന്നും കൂടാതെ എല്ലാം ദൈവം നമുക്ക് ഇങ്ങോട്ട് ഒരു ഗിഫ്റ്റ് തന്നയാൾ ആ ഗിഫ്റ്റ് തന്നെ അയാൾക്ക് തിരിച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എല്ലാം ദൈവം നമുക്ക് തന്നതാണ്. നമ്മൾ ഈ ലോകത്തിൽ എന്ത് കൊടുത്താലും അത് സന്തോഷമാകാൻ ദൈവത്തിന് ആവശ്യം എൻ്റെ ജീവിതം തന്നെയാണ് പൂർണ്ണമായും. അതായത് എന്നിലൂടെ കർത്താവേ ഞാൻ അവിടുത്തെ ദാസനാണ് അല്ലേ? അത് സംഗീതം 116 പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു റെഫറൻസ് അവിടെയൊക്കെ വരുന്നുണ്ട്. ഞാൻ അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. ഈ ദാസി എന്ന് പറയുമ്പോൾ ദാവീദ് എഴുതുമ്പോൾ ദാവീദിന്റെ അമ്മയെക്കുറിച്ച് ഒരു പ്രതിപാദനമുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് സമർപ്പിച്ച ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ അമ്മയെക്കുറിച്ച് ഒരിടത്തും പറയുന്നില്ല. പക്ഷെ ദാവീദിന്റെ ഉള്ളിലുള്ള ആത്മാവ് വരാനുള്ള കാലത്ത് യേശുവിന്റെ ആത്മാവ് തന്റെ അമ്മയായി തീരാനുള്ള ദൈവദാസിയായി മാറുന്ന ഇന്നത്തെ സുവിശേഷം അതല്ലേ? വചനം പൂർണ്ണമായി നിറവേറാൻ മറിയം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുന്ന ദൂതനിലൂടെ ദൈവം മറിയത്തോട് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി അല്ലെ ദൈവവചനം തന്നിൽ മാംസം ധരിക്കാൻ, അതെന്റെ ആത്മാവിലേക്ക് മനസ്സിലേക്ക് അതെന്റെ ഗർഭത്തിലെ വചനം മാംസം ധരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ലൂക്ക ഇന്നത്തെ സുവിശേഷത്തിന്റെ ഭാഗമാണ്. ലൂക്ക 1:35 എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മാനുഷികമായിട്ടൊരു കുഞ്ഞ് ജനിക്കാൻ തക്കവണ്ണം ഞാനൊരു വിവാഹം കഴിച്ചിട്ടില്ല. എങ്ങനെ ഇത് സംഭവിക്കും? അപ്പോഴാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതായത് ഞാൻ പറഞ്ഞ അബ്രാഹത്തിലുണ്ടായിരുന്ന ദൈവസാന്നിധ്യം, പരിശുദ്ധാത്മാവ് അബ്രാഹത്തിലെ സഹാക്കളെ യാക്കോബിലൂടെ കടന്നു വന്ന, ദാവീദിലൂടെ കടന്നു വന്ന, സോളമനിലൂടെ കടന്നു വന്ന, യേശു പിതാവിൽ വന്നിരിക്കുന്ന ആ ക്രിസ്തുവിന്റെ ചൈതന്യം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അത് നിന്നിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ആത്മീയമായൊരു ഗർഭധാരണം എന്ന് ഞാൻ പറയും. പുരുഷന്റെ ബീജത്താലല്ല, ദൈവത്തിന്റെ വചനം തലമുറയിലൂടെ മത്തായി 1 വായിക്കുമ്പോൾ കാണാം. തലമുറയിലൂടെ എണ്ണി പറയുന്ന അവിടെ മുഴുവനും കുടുംബനാഥന്മാരുടെ അപ്പന്മാരുടെ പേരാ പറയുന്നത്. അത് സ്ത്രീകളെ തള്ളിക്കളയല്ല, അത് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്കറിയാം, വായിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടിയാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്, രണ്ടുപേർക്കും. പക്ഷേ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ആ രീതിയിൽ കാണുകയാണ്. യേശുവിന്റെ പിതാവിലാണ് ഈ ദൈവികത നിറഞ്ഞു നിൽക്കുന്നത്. അബ്രാഹത്തിൽ വന്നത് അത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ആ മറിയത്തിലേക്ക് ഇപ്പോൾ മറിയം സമർപ്പിക്കുമ്പോൾ ഇതാ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നീ ചിന്തിക്കുന്ന പോലെ അല്ലിത്. ഒരു പുരുഷ ബീജത്താലല്ല, പിന്നെയോ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നുകൊണ്ട് ദൈവഹിതം നിറവേറാൻ പോകുകയാണ്. ആകയാൽ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ, ജോസഫിന്റെ പുത്രൻ എന്ന് നമ്മൾ മാനുഷ്യമായിട്ട് പറയുന്നെങ്കിലും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തിന്റെ ആത്മാവാണ് മറിയത്തിൽ നിറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ പുത്രനായിട്ടാണ് ജനിക്കാൻ പോകുന്നത്. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി ഒരു സാക്ഷ്യം പറയണം. നിന്റെ ചാർച്ചക്കാരി, നിന്റെ ബന്ധുവായിരുന്ന എലിസബത്ത് പ്രായമായി ഗർഭം ധരിക്കാതിരുന്ന അവളിപ്പോൾ ഗർഭിണി, 6 മാസം ഗർഭം. ദൂതൻ പറയുകയാണ്, മറിയത്തിന്റെ ഹൃദയം തുറന്നു, അവിടെ പൂർണ്ണമായും സന്തോഷത്താൽ നിറയുകയാണ്. ആ ഒരു സന്തോഷമാണ് തന്റെ ചാർച്ചക്കാരി എലിസബത്ത് വന്ധ്യയായിരുന്ന അവൾക്ക് ആ കുടുംബത്തിൽ സന്തോഷം, കുഞ്ഞ് ജനിക്കാമെന്ന് പറഞ്ഞപ്പോൾ മറിയം പൂർണ്ണമായും ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ, പൂർണ്ണമായും തിരുമുമ്പിലേക്ക് തന്റെ ജീവിതം മറിയം സമർപ്പിക്കുകയാണ്.
അവിടെ പരിശുദ്ധാത്മാ മറിയത്തിൻ്റെ ഉള്ളിലേക്ക് ആത്മീയമായിട്ട് മറിയം ഗർഭം ധരിക്കുകയാണ്. അതാണ് ഇന്ന് ഈ മാർച്ച് 25 തൊട്ട് 9 മാസം കണക്കൂട്ടിയ ഡിസംബർ 25 വരെയും നമ്മൾ ആ രീതിയിലാണ് തിരുസഭ പരിശുദ്ധാത്മാ നമ്മളെ അത് മനസ്സിലാക്കി തരിക. ക്രിസ്തുമസ് ഭൂമി ജനിക്കാൻ പോകുന്ന യേശു ക്രിസ്തു. അപ്പോൾ വീണ്ടും ഈ പണ്ട് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവ കുഞ്ഞാട യേശു ക്രിസ്തു ജനിക്കേണ്ടിയിരിക്കുന്നു. അതിനായി മറിയം തൻ്റെ ജീവിതം സമർപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ മരിച്ചുയർത്ത് ആത്മാവായി പന്തക്കോസ്ത നാളിൽ ഭൂമിയിലേക്ക് 120 പേരുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ട് തിരുസഭ സ്ഥാപിച്ച് ഇന്ന് തിരുസഭയിലായിരിക്കുന്ന ഓരോരുത്തരിലും മാമോദീസായിലൂടെ ഈ മറിയത്തിൽ അന്ന് നിറഞ്ഞ ആ ചൈതന്യം മാമോദീസായിലൂടെ നമ്മളിൽ നിറഞ്ഞത് അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ ലോകമോഹങ്ങൾ അടിമപ്പെട്ട് ലോകത്തിന്റെ രീതിയിൽ പോയപ്പോൾ ദൈവഹിതത്തിനായി മറിയം സമർപ്പിച്ചതുപോലെ പൂർണ്ണമായും ദൈവവചനത്തിനായി ദൈവഹിതം നമ്മളുടെ ജീവിതത്തിൽ നിറവേറണം എന്നുള്ള ഒരു അറിവിൽ ദൈവവചനം നമ്മൾ ഉൾക്കൊള്ളാനും ദൈവവചനത്തെ ജീവിതം അടിയറവെക്കുന്ന ഈ നോമ്പ് കാലത്ത് ഈ കാര്യം നമ്മൾ ഓർപ്പിക്കുക. നമ്മളുടെ ജീവിതത്തിലൂടെയും അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അവിടുത്തെ വിശ്വസ്തതയെയും രക്ഷയും സങ്കീർത്തനം 40-ാം സങ്കീർത്തനമാണത്തെ അതിലൂടെ പറയുകയാണ്. അവിടുത്തെ നമ്മൾ അനേകരോട് പ്രഘോഷിക്കുകയാണ്. പുഷ്പവർപ്പിച്ച് നമ്മൾ കാണുന്നവരോടെല്ലാം നമുക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു രക്ഷ നമ്മൾ പറയണം, ഈശോ എൻ്റെ ജീവിതത്തിലെ കർത്താവ് ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ. അതാണ് സങ്കീർത്തനം 116 നമ്മളെ ഓർപ്പിക്കുന്നത്. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ 116:12 കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ രക്ഷകനാണെന്നുള്ള ചിന്ത, അറിവ് നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് സാത്താൻ നമ്മളൊന്നും എടുത്തു മാറ്റാൻ ശ്രമിക്കും. നമ്മൾ ഈ ബുദ്ധിയും യുക്തിയും എന്നൊക്കെ പറഞ്ഞൊരു മേഖലയുണ്ടല്ലോ, എല്ലാം ആത്മീയതയൊന്നുമില്ല, ദൈവമൊന്നുമില്ല, എല്ലാം ശാസ്ത്രമാണ്. ഈ ലോകത്തിൽ ശാസ്ത്രമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു മേഖല എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ അറിയാതെ മാറ്റി നിർത്തുകയാണ്. കാരണം സാത്താൻ നമ്മുടെ ഉള്ളിൽ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് പല രീതിയിൽ നമ്മുടെ മനസ്സിൽ മുറിവേറ്റ് ദൈവികതയെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് സാത്താൻ. ചില വ്യക്തിയിലൂടെ ആയിരിക്കാം. ദൈവത്തെ പ്രഘോഷിക്കുന്ന ഇവരുടെ ഉള്ളിൽ ഇതാ അവരുടെ പ്രവൃത്തി. അങ്ങനെ അനേകരുടെ വിശ്വാസം പോയിട്ടുണ്ട് ഈ ഭൂമിയിൽ. ഈ ചെറിയവരിൽ ഒരുവന് ഉതപ്പ് ഇടർച്ച കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഈശോ. നമ്മുടെ ജീവിതത്തിന് വലിയൊരു മേഖല കൂടിയാണത്. നമ്മളുടെ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ദൈവികത നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അത് വലിയൊരു പാപം കൂടിയാണ്. നമ്മളുടെ സിൻ ഓഫ് ഒമിഷൻ, നന്മ ചെയ്യേണ്ടത് ചെയ്യാതെ അതിന് തിന്മ ചെയ്യുമ്പോൾ അത് നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറയാണ്. സിൻ ഓഫ് ഒമിഷൻ, നന്മ ചെയ്യേണ്ടത് നന്മയാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമെന്ന് യാക്കോബിലെ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ അനേകർ അങ്ങനെ വന്നവർ, അനേകർക്ക് ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു. ദൈവമൊന്നുമില്ല, ദൈവത്തെ ഉണ്ടെന്ന് പറയുന്നവരും പ്രഘോഷിക്കുന്നവരൊക്കെ ഇങ്ങനെയാണെങ്കിൽ അതൊക്കെ നുണയാണ്. ദൈവമൊന്നും ഇല്ല. എത്രയോ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? ദൈവം അവിടെയാണ് ഇവിടെയാണ്. അപ്പം ദൈവികമായ പല ഹൃദയങ്ങളിലും ദൈവത്തെ സാത്താൻ എടുത്തു മാറ്റി ഇങ്ങനെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ തെറ്റായ അനുഭവം. നമ്മൾ അവിടെയാണ് നമ്മുടെ ജീവിതം ഒരു മാതൃകയാക്കാനായിട്ട് കർത്താൻ എന്തെല്ലാം പിടിച്ച് ഉറച്ചു നിൽക്കാനായിട്ട് അവിടുത്തെ സംഘം 114 നമ്മളെന്താ ദൈവത്തിന് കൊടുക്കാനുള്ളത്? ഇതാണ് രക്ഷയുടെ പാനപാത്രം. യേശു ക്രിസ്തുവാണ് രക്ഷകനെന്ന്, ഞാൻ ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണ് യേശു എന്നുള്ളൊരു അറിവ് എൻ്റെ മനസ്സിൽ എനിക്കുള്ളതെല്ലാം ദൈവം പരിശുദ്ധ കന്യാമറിയം എന്ന് പൂർണ്ണമായും മാനുഷികമായി എങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ കുഞ്ഞുണ്ടാകുന്നത്? അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. കാണപ്പെടുന്നവയും കാണപ്പെടാതെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് ഇന്ന് നടത്തുന്ന ദൈവം. ആ ദൈവത്തിലുള്ള വിശ്വാസം, അബ്രാഹാം വിശ്വസിച്ച ആ വിശ്വാസം അല്ലേ. കാണപ്പെടാത്ത എബ്രായർ 12 കാണപ്പെടാത്ത ഉണ്ട് എന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. നമ്മുടെ ആത്മാവിൽ ആ ഒരു മേഖല, നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് നമ്മുടെ വിശ്വാസം അല്ലേ. നമുക്കറിയാലേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിക്കും അല്ലേ, നമ്മൾ അതോർത്തായിരിക്കും നമ്മൾ വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ നോമ്പിനിടയിൽ പോലും എന്തെങ്കിലുമൊക്കെ കഴിക്കണം അല്ലേ നമ്മൾ. അതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മാവിനുള്ള ആത്മീയ ഭക്ഷണമാണ് നമ്മുടെ വിശ്വാസം. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ചെറിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു ആത്മീയ കൃപയുടെ കൂട്ടായ്മയായിരുന്നു. അവിടെയും നമ്മളോട് ഈശോ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്ക്, എൻ്റെ ആടുകളെ തീറ്റുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ അനേകർക്ക് ക്ഷമ കൊടുക്കാത്തത് കൊണ്ട് അനേക ആത്മാക്കൾ ഇന്ന്, അനേക മനുഷ്യരുടെ ജീവിതങ്ങൾ ഇന്ന്
തകർന്നു കിടക്കുകയാണ്. അവർക്ക് പക്ഷെ നമ്മൾ കൊടുക്കേണ്ട ക്ഷമ, നമ്മൾ കൊടുക്കേണ്ട കൃപ, നമ്മൾ കൊടുക്കേണ്ട, ഒരാളോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ ആ ആത്മാവിനെ നമ്മൾ തീറ്റുകയാണ്. ഒരാളോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. ഒരാളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണ്. ഈശോ പറഞ്ഞ ആ സംഭവം, ഞാൻ ദരിദ്രനായ നിങ്ങൾ എന്നെ സഹായിച്ചു, ഞാൻ വിശക്കുന്നവനായ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എന്നൊക്കെ പറയുമ്പോൾ ശരി, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള പ്രവൃത്തികളുണ്ട്. നമ്മൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, ഒത്തിരി കാര്യങ്ങൾ, രോഗികളെ സന്ദർശിക്കണം. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട ചില ആത്മാക്കളുണ്ട്. ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചവരുമുണ്ട്. നമ്മളൊന്നെങ്കിൽ വാശിയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പുമായി അവരിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ആത്മാക്കൾ ഭക്ഷണം കിട്ടാതെ അലയുകയാണ്. സംഘം എൻ്റെ ആത്മാവ് നീ എന്തിനാണ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ച് കരയുന്നത്? അപ്പോൾ നമ്മൾ ഈ നാളുകളിൽ ആ തീരുമാനം എടുക്കാം. എൻ്റെ ക്ഷമയിലൂടെ ഞാൻ ഭക്ഷണം കൊടുക്കേണ്ട ചില ആത്മാക്കളുണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. അവർ മരിച്ചുപോലും കാണും. ചിലരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ മരിച്ചാലും ക്ഷമിക്കില്ല എന്നൊക്കെ പറയുന്നു. നമ്മളിലൂടെ ഭക്ഷണം ലഭിക്കേണ്ട നമുക്ക് വിധി നാളിൽ നീ എന്തുകൊണ്ട് ഭക്ഷണം കൊടുത്തില്ല അവർക്ക്? നീ ആ സ്നേഹമൊന്ന് കൊടുത്തിരുന്നെങ്കിൽ, നീ ആ ക്ഷമയൊന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ ആത്മാവ് മരിക്കില്ല, അല്ലെങ്കിൽ നശിച്ചു പോവുകയില്ലായിരുന്നു. ഇന്നലെ ആത്മാവ് വലിയൊരു കൂട്ടായ്മയുടെ ഒരു അഭിഷേകമായിരുന്നു അവിടെ. ഞാൻ അനേകരോട് ക്ഷമിക്കാൻ എൻ്റെ ഉള്ളിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ ക്ഷമ ചോദിച്ചിങ്ങനെ. ഞാൻ പറയുന്നത് വേറെ രീതിയിലല്ലോ കേട്ടോ. എല്ലാവരോടും ക്ഷമ ചോദിക്കാനും ക്ഷമ കൊടുക്കാനും, നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്ഷമിക്കാനും ക്ഷമ ചോദിക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ അനേക ആത്മാക്കളിലേക്ക് ദൈവസ്നേഹം ആത്മാവിന് ഭക്ഷണമായി കടന്നില്ലാണ്. അല്ലെ, ഒരാൾ നമ്മളോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷം, നമ്മുടെ ആത്മാവ് സന്തോഷിക്കുകയാണ്. സാരമില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ അല്ലേ നമ്മുടെ ആത്മാവിന് സന്തോഷം. അതാണ് നമ്മുടെ ആത്മാവിന് ഭക്ഷണം കിട്ടുന്ന പോലെയാണ്. അപ്പോൾ ഈ നാളുകളിൽ ആത്മാവിനെ ബലപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. യെശയ്യാ 58 അത് വായിക്കുന്നുണ്ട്. നമ്മൾ ബന്ധനങ്ങളുടെ ബന്ധിതരെ മോചിപ്പിക്കുകയും കെട്ടുകൾ അഴിച്ചുവിടുകയും ചെയ്യുന്നതല്ലേ യഥാർത്ഥ ഉപവാസം എന്നൊക്കെ യെശയ്യാ 58 പറഞ്ഞതുപോലെ. കർത്താവെ, ഞാൻ അവിടുത്തെ ജനത്തിനു മുമ്പിൽ ഞാൻ കർത്താവിൻ്റെ നേർച്ചകൾ നിറവേറ്റും. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ഇത് പറയുമ്പോൾ ഞാൻ മൂലം ഒരു ആത്മാവ് നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈശോ ജീവിതം ബലിയായി, തൻ്റെ ബലി അർപ്പണം, അതിൻ്റെ ജീവിതം അർപ്പിച്ചുകൊണ്ട് ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടാതെ, ഒരു ആത്മാവ് വിശുദ്ധ ദൈവത്തിൻ്റെ വിശുദ്ധിയുള്ള ഒരു ആത്മാവ് നഷ്ടപ്പെടുന്നത് ദൈവത്തിന് സഹിക്കാൻ പറ്റില്ല. ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? അതിന് പകരമായി എന്ത് വില കൊടുക്കും? ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വിലയാണ് പിതാവായ ദൈവം ഒരാത്മാവിന് കൊടുത്ത ഈ ഭൂമിയിൽ. ഓരോ ആത്മാവിനും യേശു ക്രിസ്തുവിൻ്റെ വിലയാണ് പിതാവ് കൊടുത്തത്. ഈ ഭൂമിയിൽ നമ്മൾ എന്ത് കൊടുത്താലും അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും ഒരാത്മാവിനെ നേടാനായിട്ട് നമ്മൾ ക്ഷമിക്കണമെങ്കിൽ ക്ഷമ കൊടുക്കണം. അല്ലെങ്കിൽ യേശു, ഞാൻ കഴിഞ്ഞ സമർപ്പിച്ചില്ലേ, യേശു അപ്പസ്തലന്മാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരുടെ കാലെ പിടിച്ചുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ പറയും, യേശു കുർബാന അർപ്പിക്കാൻ കുർബാന എന്ന കൂദാശ സ്ഥാപിക്കുന്നതിനിടയിലാണ് പരസ്പരം അനുരഞ്ജനപ്പെടുക എന്ന് ഇന്ന് നമ്മൾ പറയുമ്പോൾ, യേശു ആ ബലിയർപ്പണത്തിന്റെ ഇടയിൽ അറിയിലൊരു തുവാലയൊക്കെ വെച്ചിട്ട് ഇവർ എന്താ ഇവനെ കാണിക്കാൻ പോകുന്നൊക്കെ പത്രോസ് പറഞ്ഞു, ഇത് പണി നടക്കത്തില്ല കേട്ടോ, ഞാൻ എൻ്റെ കാലം ഒന്നും പിടിക്കാൻ എഴുന്നേക്കാം, എൻ്റെ കാലം നീ പിടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു കാരണവശാൽ കാല് വലിച്ചുകൊണ്ട് പോയി കസേരയുടെ അടിയിലേക്ക് 2 കാലം കൊണ്ട് മാറ്റി വെച്ചൊരു പത്രോസ്, ഒരു രക്ഷയിൽ എൻ്റെ കാലം നീ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഈശോ പറഞ്ഞ എന്താ, ഞാൻ നിന്നെ കഴുകുന്നില്ല, നിന്റെ കാര്യം ഞാൻ പിടിക്കില്ല. എനിക്ക് നീ ഞാനുമായിട്ടൊരു ബന്ധമില്ല, ആത്മീയ ബന്ധമേ, നമ്മൾ മുറിഞ്ഞിരിക്കുക. ഞാൻ നിന്നെ പലപ്പോഴും ചാത്താനെന്നൊക്കെ വിളിച്ചു വഴക്കൊക്കെ പറഞ്ഞു. നിന്റെ ഉള്ളിൽ എന്നുമായിട്ട് വെച്ച് മുറിവൊക്കെ ഉണ്ട്. പിന്നീട് വരാനുള്ള സമയത്ത് ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ ആണയിട്ട് ശപിച്ച് തള്ളി പറഞ്ഞു, അവനെ അറിയുന്നില്ല, എന്തെല്ലാം ചീത്ത പറഞ്ഞു പീലാത്തോസിന്റെ അരമനയുടെ മുമ്പിൽ വെച്ച്. അതെല്ലാം യേശു മുൻകൂട്ടി ക്ഷമ കൊടുക്കുകയാണ്. തൻ്റെ കാല് കഴുകിയ ആ കർത്താവിനെയാണല്ലോ ഞാൻ തള്ളിപ്പറഞ്ഞു എന്നോർത്താണ് പത്രോസ് പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞു. യുദാസിൻ്റെ ഉള്ളിൽ തിന്മയായിരുന്നത് കൊണ്ട് അവൻ്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചെന്ന് യോഹന്നാൻ 13 പറഞ്ഞു. അതുകൊണ്ട് അവൻ അനുതാപം ഇല്ലാതെ പോയി. പ്രിയമുള്ളവരെ, ഇപ്പം നമ്മൾ യേശുവിനെ മറിയം ഗർഭം ധരിച്ച ആ ദിവസമാണിന്ന്. നമ്മുടെ ആത്മാവിൽ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനെ നമ്മുടെ ആത്മാവിൽ നിറച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിലൂടെ അനേകർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായി കൊടുക്കാനേ ഒരു പ്രസവം നടക്കണം. നമ്മുടെ ഉള്ളിലൂടെ പരിശുദ്ധാത്മാവ് നൽകപ്പെടുമ്പോൾ അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നോമ്പിലൂടെ നമുക്ക് സമർപ്പിക്കാം. അതെ, നമ്മൾ ഈ ആത്മീയത മനസ്സിലാക്കാനായിട്ട് ഇന്ന് 2ാമത്തെ വായനയിൽ അത് തന്നെയാണ്. അന്ന് ആടുമാടുകളെ കൊണ്ടുള്ള ബലിയായിരുന്നെങ്കിൽ അതല്ല, കാളകളുടെയും കോലാടുകളുടെയും
എബ്രായർ 10:2 വായനയിൽ കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കാൻ സാധിക്കില്ല. അതാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ട, ഇതാണ് യഥാർത്ഥ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്. അജകവാടത്തിൽ നിങ്ങൾ മേടിക്കുന്ന ആ 1 വയസ്സ് താഴെയുള്ള ആടല്ല, ഇവനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാപങ്ങൾ. പിന്നുള്ളവർ, നമ്മൾ ഈ പെസഹാ തിരുനാളിൽ പെസഹാ ദിവസം അന്ന് ആദ്യത്തെ പെസഹായിൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ഓരോ ഭവനത്തിനും ഒരു കുഞ്ഞാടുണ്ടായിരിക്കട്ടെ, ഓരോ ഗൃഹനാഥനും ഒരു കുഞ്ഞാടിനെ കരുതി വെക്കണം. ഇന്ന് നമ്മൾ ഓരോ ഗൃഹനാഥനും യേശുവിനെ കുഞ്ഞാടായി ഹൃദയത്തിൽ കരുതി വെക്കണം. ഓരോ ഗൃഹനാഥനും ഈ നോമ്പിലൂടെ പാസ് ഓവറിലേക്ക് കടന്നു പോകുമ്പോൾ ലോകത്തിന്റെ പാപങ്ങൾ നിങ്ങൾ ഇറങ്ങി വന്ന ദൈവ കുഞ്ഞാടായ യേശുവിനെ ആ കുടുംബത്തിന്റെ കുഞ്ഞാടായി സ്വീകരിക്കണം. അതാണ് പൗലോസ് പറഞ്ഞത്, പുരുഷന്റെ ശിരസ്സ് ക്രിസ്തു, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷകൻ നാഥനുമായ ഒരു കുടുംബനാഥൻ സ്വീകരിക്കണം. കുടുംബത്തിന്റെ രക്ഷ അവിടുന്ന്, ആ ഭാര്യയുടെ മക്കളുടെ ആത്മരക്ഷ ആ കുടുംബനാഥനിലൂടെ, ഞാൻ പറഞ്ഞു യോസേപ്പ് പിതാവിലൂടെ മറിയത്തിലേക്ക് വന്ന ആത്മീയത, അബ്രാഹത്തിലൂടെ തലമുറയിൽ കടന്നു വന്ന ആത്മീയത എന്നൊരു കുടുംബത്തില് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിരുന്നുകൊണ്ട് ഏത് ജാതിയിൽപ്പെട്ടവനായാലും കർത്താവിന് മുമ്പിൽ അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവനെ ഇന്ന് നമ്മള് അബ്രാഹത്തിന്റെ വംശാവലിയിലല്ല, ഇന്ന് നമ്മൾ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലാണ്. യേശുവിന്റെ ആത്മാവിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത് മാമോദീസായിലൂടെ. ലോകമെമ്പാടുമുള്ള ഏത് ജാതിയിൽപ്പെട്ടവനായാലും രക്തത്താൽ അബ്രാഹത്തിന്റെ ഗോത്രത്തിലല്ലായിരിക്കാം, ഇസ്രായേൽ ഗോത്രത്തിലല്ലായിരിക്കാം, വിജാതിയരായിരിക്കാം, പക്ഷെ യേശുവിന്റെ ആത്മാവിന്റെ ഉള്ളിൽ വരുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ ദൈവ മക്കളായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാൻ ദൈവത്തിന്റെ വംശാവലിയിലാണ്. അബ്രാഹത്തിൻ്റെതിനേക്കാൾ ഉന്നതമായ ദൈവമക്കളായി മാറുന്ന ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധ പരമാം ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.